എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നെലമംഗലയിൽ നിന്ന് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഹരോഹള്ളിയിലേക്ക് പോവുകയാണ്. ബിസ്ക്കറ്റ് കയറ്റിയിട്ട് നേരെ കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ലോഡ്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളൊക്കെ വീഡിയോയിൽ കാണിച്ചു. ഇതിപ്പോൾ ഞാൻ നൈസ് റോഡ് കയറി എവിടുന്ന് നെലമംഗലയിൽ നിന്ന് വന്നിട്ട് നേരെ മാധവാരത്ത് റൈറ്റ് കയറി നേരെ നൈസ് റോഡ് സ്റ്റാർട്ട് ചെയ്ത് ഇനി കനകപുര റോഡിലേക്ക് ഇറങ്ങിയിട്ട് നേരെ ഹരോഹള്ളി പോകണം. ഈ നൈസ് റോഡിൽ നിന്ന് മിനിഞ്ഞാന്ന് റോങ് സൈഡിലേക്ക് കൂടി പോയിട്ട് എന്തോ അപകടം പറ്റിക്കാൻ വിധത്തിലെല്ലാം വന്നിരുന്നൊരു വീഡിയോ കണ്ടു. അതിനുശേഷം എന്താണെന്ന് അറിയില്ല അതിന്റെ റിസൾട്ട്. ഇവിടെ ട്രക്കിന് 80, ബസ്സിന് ട്രക്കിനൊക്കെ 80 സ്പീഡ്, മോട്ടോർ ബൈക്കിനും 80, കാറിന് 120. ആ റൈറ്റ് സൈഡിലെ ആ ലൈനിലേക്ക് കൂടെ പോവാം. മോട്ടോർ ബൈക്ക് പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ ലൈനിലാണ്, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈനില്ലേ. ഇത് ട്രക്ക് ബസ്സൊക്കെ വലിയ ഹെവി വണ്ടികൾ പോകേണ്ട ലൈനാണ്. ഇവിടുന്നാണ് കെങ്കേരി, നമ്മുടെ നാട്ടിലേക്കെല്ലാം പോകുന്നില്ലേ, മൈസൂർ റോഡ് എന്ന് പറയും. അതായത് ഇതിപ്പം ബാംഗ്ലൂർ ടൗണിലേക്ക് പോകുന്ന എക്സിറ്റ് ആയത് ഈ ബാംഗ്ലൂരിൽ നിന്ന് കെങ്കേരി. ഇത് ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് മൈസൂർ റോഡ്. അപ്പോൾ അതിലിറങ്ങിക്കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് പോയി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോകണം. ഇവിടുന്ന് നമുക്ക് വലത്തോട്ടേക്കാണ്. അതാ ഇപ്പോൾ കാണിച്ചേ, ഇതാ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇത് വഴി മൈസൂർ റോഡിലേക്ക് നേരെ. ട്രാഫിക് മൊത്തം ജാമിലാണ്. അത് അവിടെയാണ് മൈസൂർ ഇവിടെ എക്സ്പ്രസ് വേ ബാംഗ്ലൂർ സ്റ്റാർട്ടാവുന്നത്. ഇതാ ഇവിടുന്നാണ് നമുക്ക് ഇറങ്ങേണ്ടത്. മൈസൂർ റോഡ് ബിഡതിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ടത് ഇവിടെയാണ്. ഇവിടുന്ന് എക്സിറ്റ് എടുത്തിട്ട് നേരെ പോകണം. മൈസൂർ റോഡ് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫുൾ ട്രാഫിക് ജാമായിട്ട് കിടക്കുന്ന മൊത്തം ഇവിടെ. നൈസ് റോഡിന് ട്രാഫിക് ജാമായിട്ടുള്ളത്. അപ്പോൾ ബാംഗ്ലൂർ ടൗണിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. ഇതാ അങ്ങ് വരെ നീളുന്നില്ല. 1 മിനിറ്റ് നൈസ് റോഡിൽ വണ്ടി സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നെ വലിയ ലൈനാന്ന് അനുഭവപ്പെടുക. അതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ലൈനായിട്ട് കിടക്കുന്ന വാഹനങ്ങൾ. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട കനകപുര റോഡിലേക്ക് നമ്മളിതാ ഇറങ്ങി താഴോട്ടേക്ക് എക്സിറ്റ് ആവുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുക്കണം. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് നേരെ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഹരോഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കനകപുര വഴി കനകപുര റോഡിലേക്ക് ഓടി. ടോൾ കിടക്കാനാണ് നൈസ് റോഡിന്റെ എക്സിറ്റ് ടോൾ. കനകപുരയിലേക്ക് ഹരോഹള്ളിയിലേക്ക് പോകാൻ വേണ്ടി കിടക്കുകയാണ്. റൈറ്റ് എടുക്കണം. റൈറ്റ് എടുത്തിട്ട് ആ പാലത്തിൻ്റെ ഇടയിലേക്ക് കൂടി മെട്രോൻ്റെ പാലാണ്, ബാംഗ്ലൂർ മെട്രോൻ്റെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് നമ്മൾ നേരെ ആ റോഡിലേക്ക് കയറണം. ചെറിയ ട്രാഫിക് ഉണ്ട്. 11 മണി കഴിഞ്ഞാൽ പിന്നെ നോ എൻട്രി ഓപ്പൺ ആവുന്നതുകൊണ്ട് ട്രക്കുകളൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട് ടൗൺ ഭാഗത്തേക്ക്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ട്രാഫിക് ഉണ്ടാവും. ഈ ഭാഗത്തോട്ട് കുറവാണ്. ടൗൺ ഭാഗത്ത് നമ്മളിപ്പോൾ ടൗണിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്.
ട്രാഫിക് ഉണ്ടാവും. റോഡിന്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ ലൊക്കേഷനിൽ ലോഡ് ചെയ്യുന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കമ്പനീൻ്റെ പുറത്താണുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ എൻട്രി ചെയ്തു സെക്യൂരിറ്റി ഗേറ്റിൽ. ഇനിയിപ്പോൾ അവർ വിളിക്കുമ്പോൾ വണ്ടി അകത്തേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് ലോഡ് ചെയ്യും. മിക്കവാറും ഇന്ന് ലോഡാകുമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഏകദേശം ടൈമായി. ഞാൻ വന്ന സമയത്ത് 9 വണ്ടി ലോഡ് ചെയ്യാണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഏകദേശം സന്ധ്യയായില്ലേ. ഒരു 10 മണി വരെ ലോഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം എന്താവും സ്ഥിതി. കുറേ വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇതാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ട കമ്പനി. അപ്പോൾ ഇന്നിപ്പം 7 മണിക്ക് 7:30 ശേഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് 7:30 ശേഷം ലോഡായാലും ബില്ലിങ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നാളെ രാവിലെ വരെ ചിലപ്പം നിൽക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അവർ. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഇന്ന് രാത്രി ലോഡ് കയറ്റിയാലും 10 മണി വരെ ലോഡ് കയറ്റും. പക്ഷേ 8:30 മണിയാകുമ്പോഴത്തേക്കും ബില്ലിങ്ങിൽ നിന്ന് ആൾക്കാർ പോവും. പിന്നെ അവർ രാവിലെ 10 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ലോഡ് കയറ്റിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ കമ്പനീൻ്റെ അകത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരുന്ന വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം. പക്ഷേ ഇപ്പോൾ 6 മണി മുതൽ 7:30 മണി വരെ ഇതിൻ്റെ ഈ ആൾക്കാർ, അതായത് വർക്കേഴ്സിൻ്റെ മൂവ്മെൻ്റാണ്. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് അവർ അകത്ത് കയറ്റൂല വണ്ടി. അത് കഴിഞ്ഞ ശേഷം 7:30 മണിക്ക് വിളിക്കാനാണ് പറയുന്നത്. ലോഡ് കയറ്റി കിട്ടും, പക്ഷേ രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ബില്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്കിംഗ് ചെയ്തു, അതായത് ലോഡ് കയറ്റാൻ വേണ്ടി പാർക്ക് ചെയ്തു. ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇങ്ങനെ ലോഡ് മുകളിൽ നിന്ന് ഇങ്ങനെ കൺവെയറിൽ വരുന്നതാണ്. എന്നിട്ട് ഇത് ബ്രിട്ടാനിയ ബിസ്ക്കറ്റാണ്. മുകളിൽ നിന്ന് ഇങ്ങനെ കൺവെയറിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ലോഡ് അവിടുന്ന് നേരത്തെ കണ്ടെടുത്ത് പകുതി കയറ്റി. ഇതിൻ്റെ പകുതി ഇനി ഇവിടുന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ബിസ്ക്കറ്റ് കയറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കയറ്റാൻ വേണ്ടിയിട്ട് വണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബില്ലൊക്കെ കിട്ടി. നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി കൊച്ചിയിലേക്ക്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തിയാണ്. ഇനിയിപ്പോൾ കൊച്ചിയിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയുള്ള മുൻപോട്ടുള്ള എൻ്റെ വിജയം. നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.